ശ്രീ ജയചന്ദ്രൻ, താങ്കളോടൊരു റിക്വസ്റ്റ് ഉണ്ട്. കൂടുതൽ സങ്കീർണതകളിലേക്ക് പോവാതെ വളരെ ലളിതമായി താങ്കൾക്ക് മറുപടി പറയാം. നേരത്തെ പത്മകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ഇരട്ടത്താപ്പ് ആണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഈ ഇരട്ടത്താപ്പ് താങ്കൾ ആ പ്രയോഗം നടത്തിയത് എനിക്ക് ഗംഭീരമായിട്ടങ്ങ് ഇഷ്ടപ്പെട്ടു. എന്താണെന്നറിയാമോ, താങ്കളിപ്പോൾ പറഞ്ഞത് ഇരട്ടത്താപ്പിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അത് തന്നെയാണ്, ആ ഡബിൾ സ്റ്റാൻഡേർഡ് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ ഡിബേറ്റിൻ്റെ ഫോക്കസ് പോയിന്റ് എന്താ? മുംബൈ ഹൈക്കോടതിയുടെ വിധി ഇന്നലത്തെ. ഇപ്പോൾ എവിടെയാണ് നിങ്ങൾ കൊണ്ട് കെട്ടാൻ ശ്രമിക്കുന്നത്? ബംഗ്ലാദേശിൽ CPIM എന്തുകൊണ്ട് സമരം ചെയ്തില്ല? ആ പ്രശ്നത്തിന് വേണ്ടി ഇവിടെ എന്തുകൊണ്ട് സമരം ചെയ്യുന്നില്ല? അപ്പോൾ ആ വിഷയം തുടങ്ങിയ വിഷയം അവിടെ പോയി. അതാ അവിടെ ആ വിഷയം അവിടെ തന്നെ ഉപേക്ഷിച്ചു. അല്ല, ഞാൻ പറയട്ടെ, താങ്കൾ സങ്കീർണമാക്കരുതെന്ന് പറഞ്ഞല്ലോ. സങ്കീർണമാക്കാതെ ലളിതമായിട്ട് പറയുകയാണേ, നിങ്ങൾ തുടങ്ങിയ വിഷയം ആ വന്ന വഴിയിൽ തന്നെ അവിടെ ഉപേക്ഷിച്ചിട്ട് ഇപ്പൊ പുതിയ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ഇപ്പൊ വേണ്ടത് CPIM എന്തുകൊണ്ട് ബംഗ്ലാദേശിന് വേണ്ടി താങ്കളല്ലേ പറയുന്നത്? എനിക്കത് ബോധ്യപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് കോടതി കയ്യോടെ അല്ല, എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ദയവചെയ്യല്ലോ പത്മകുമാർ, എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ലാത്ത കാര്യം മാറിയിട്ടില്ല. ഞാൻ ഈ ചർച്ചയിലൊന്നല്ല പറയുന്നത്, ഇവിടെ ഇറങ്ങിപ്പോയിട്ടല്ല പറയുന്നത്. കയ്യോടെ പിടിച്ചു. അതെ, ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം ക്ലിയർ ആയിട്ട്. പറയാതെ ഈ താങ്കളെ പോലെ ഞാനും ആ വിധി വായിച്ചിട്ടാണ് ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. മിനിമം അത്രയെങ്കിലും അംഗീകരിക്കാൻ കഴിയും. അതല്ലേ ഡെമോക്രാറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. നിങ്ങളല്ലേ പോയത്? ഞാൻ ചോദിക്കട്ടെ, ഞാൻ തിരിച്ച് അങ്ങോട്ട് ചോദിക്കുകയാണ് പത്മകുമാർ. കഴിഞ്ഞ വർഷം ഈ ഇദ്ദേഹം ട്രംപുമായിട്ട് മത്സരത്തിൽ കമലാ ഹാരിസ് ആയിരുന്നു ഒപ്പണന്റ്. ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും കമലാ ഹാരിസ് പ്രസിഡൻഷിപ്പിൽ വരണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ യൂണിയൻ ഗവൺമെൻറ് ആരെയാണ് തുണച്ചത്? എല്ലാവർക്കും പറയാം, ട്രംപിനെ ആയിരുന്നു തുണച്ചത്. എന്തുകൊണ്ടാണ്? ഇലോൺ മസ്കിന്റെ സ്വാധീന അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു, അതും പറയാം എല്ലാവർക്കും. പക്ഷേ അവരെ തോറ്റതെങ്ങാനുള്ള കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറയാം, തുണച്ചതിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പം നിലപാടുണ്ടാവും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് നിലപാടില്ലാഞ്ഞിട്ടാണ് അവരെ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചത്. ഞാൻ കോടതി പറഞ്ഞതിനെ കുറിച്ചാണ് പറയുന്നത്. കോടതി പറഞ്ഞത് ആയിരക്കണക്കിന് മൈലെ കളയുള്ള കാര്യത്തിൽ എന്തിനാണ് നിങ്ങൾ നിലപാട് സ്വീകരിക്കാൻ പോകുന്നത്? അല്ല, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അല്ല, ബഹുഭൂരിപക്ഷ ആളുകൾ അങ്ങനെ ഒരു നിലപാടെടുത്തു എന്ന് നിങ്ങൾ ബഹുഭൂരിപക്ഷം നല്ല പറഞ്ഞത് താങ്കൾ മനസ്സിലാക്കാഞ്ഞിട്ടാണോ? ഞാൻ പറഞ്ഞത് യൂണിയൻ ഗവൺമെന്റ് പിന്തുണച്ചത് കമലാ ഹാരിസിനെ അല്ല, ട്രംപിനെ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അതാണ് പറഞ്ഞത്. രാഷ്ട്രാന്തരീയമായ രാജ്യാന്തരമായ നിലപാടുണ്ടാവും. അത്തരം നിലപാടുണ്ടാകാൻ രാജ്യാന്തരം വേണ്ട. ഞാൻ ചോദിക്കട്ടെ, ചൈന എടുത്ത നിലപാടിനെ കുറിച്ച് നിങ്ങളുടെ CPMന്റെ നിലപാട് എന്തായിരുന്നു? പഹൽഗാം ആക്രമണത്തിൽ അല്ലെങ്കിൽ അതിന് റിട്ടാലിയേഷനായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ വന്നപ്പോൾ ചൈന എടുത്ത നിലപാടിനെതിരായി നിലപാട് എന്തായിരുന്നു? അതേസമയം അല്ല സ്കിപ്പ് ചെയ്യുന്നതല്ല, നിങ്ങൾ കമലാ ഹാരിസ് പോയത് കൊണ്ടാണ് ഞാനിപ്പോൾ ചോദിച്ചത്. ഇതേ ചൈന ഇന്ത്യ ചൈനയ്ക്കെതിരെ നിലപാട് എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പാർട്ടി സമ്മേളനത്തിൽ പാർട്ടിയുടെ സെക്രട്ടറിയും നേതാക്കന്മാരും പ്രസംഗിച്ചതൊക്കെ ഒരേ കാര്യമാണ്. ചൈന ഇന്ത്യ വിരുദ്ധമായ നിലപാടെടുക്കുമ്പോഴും ഇന്ത്യ ചൈനയ്ക്കെതിരെ നിലപാടെടുക്കുമ്പോഴും നിങ്ങളെടുത്ത നയം എന്താണ്? ചൈനയ്ക്ക് അനുകൂലമായി. അത് പരോക്ഷമായി പാകിസ്ഥാനെ സഹായിക്കുന്നതല്ലേ ഈ അടുത്ത കാലത്തെടുത്ത നിലപാട്? നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞോ? അതുകൊണ്ട് ആ കാര്യത്തിലേക്ക് പോട്ടെ. ഒരു വിധിയിന്മേലാണ് ചർച്ച തുടങ്ങിയത്. ആ ചർച്ചയിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾ എവിടേക്കൊക്കെയാണ് പോകുന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ അവിടെ തന്നെ നിൽക്കുകയാണെന്നേ, ഞാൻ അവിടുന്ന് പോയിട്ടില്ല. ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായി അനുബന്ധമായി ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ശ്രീ ജയചന്ദ്രൻ അറിയാത്തതാണോ? ശ്രീ ജയചന്ദ്രൻ, സ്വാഭാവികമായി ഈ വിഷയങ്ങളൊക്കെ പരിഗണിക്കപ്പെടും. അനുബന്ധങ്ങൾ വന്നോട്ടെ, പക്ഷേ കോർ ഇഷ്യൂ അവിടെ കാണണ്ടേ? അതെ, വന്നോട്ടെ, പക്ഷെ കോർ ഇഷ്യൂ അവിടെ കാണണ്ടേ? അതെ, അതിലേക്ക് വരൂ. താങ്കൾ ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞ ശേഷം അതിലേക്ക് വരൂ. പെട്ടെന്ന് സമയമില്ല, സമയമില്ല. നമുക്ക് ഈ ഒരു ഇരട്ടത്താപ്പ് കൂടി അതിലെന്താണ് പാർട്ടിയുടെ നിലപാട് അതുകൂടി പറഞ്ഞ ശേഷം ഞാൻ കോടതിയുടെ വിധിയെ സംബന്ധിച്ചാണ് എന്റെ ചർച്ച. ബാക്കിയല്ല എനിക്ക് സെക്കൻഡറിയാണ്. എന്റെ കോർ ഇഷ്യൂ കോടതിയുടെ വിധിയാണ്.
നിങ്ങൾക്കത് കോർ ഇഷ്യൂ അല്ലെങ്കിൽ വേണ്ട. അല്ല, പക്ഷേ അല്ല, എന്റെ ഇഷ്യൂ ജയചന്ദ്രൻ, ഞാൻ ഒരു നിങ്ങൾ ഒറ്റ ചോദ്യം വിളിച്ചിട്ടാണല്ലോ ഞാൻ ചോദിച്ചു. വന്നത്. കോർ ഇഷ്യൂവിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാ- അപ്പൊ നിങ്ങൾ തന്ന അല്ല, കോർ കോർ ഇഷ്യൂ ഇഷ്യൂവിന്റെ അതാണ്. കാര്യം പറഞ്ഞുകൊണ്ടാ ഞാൻ കോർ ഇഷ്യൂവിന്റെ കാര്യം ഞാൻ ചോദിക്കട്ടെ. അവിടെ CPM ഇങ്ങനെ ഒരു സമ്മേളനം നടത്താൻ വേണ്ടി പെർമിഷന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നോ? എവിടെ, ആരാ മുനിസിപ്പാലിറ്റിയിൽ അപ്ലിക്കേഷൻ കൊടുത്തത്? ഇപ്പൊ കോടതി എന്ന് പറയുന്നത് ലോക്കൽ സ്റ്റാൻഡ് ഇല്ല, ലോക്കൽ സ്റ്റാൻഡ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണല്ലോ ഈ അപ്ലൈ ചെയ്ത കക്ഷികൾ ലോക്കൽ സ്റ്റാൻഡ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. അല്ലല്ല, ഈ അപ്ലൈ ചെയ്ത അപ്പൊ നിങ്ങൾ കക്ഷികൾ ആരാ അപേക്ഷ കൊടുത്ത സംഘടന ആര്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ അത് പോഷക തന്നെ, സംഘടനയാണോ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോഷക സംഘടനയാണോ? CPM പോഷക സംഘടനയാണോ ഈ സമ്മേളനത്തിന്? അപ്പൊ ഈ രാജ്യത്തെ എവിടെയെല്ലാം ഇതേപോലെ പെർമിഷൻ നിഷേധിക്കുന്നു, അപ്പൊ അവിടെയെല്ലാം പരാതിയായിട്ട് അനുകൂലമായ നിലപാടെടുക്കുകയാണ്. നമുക്ക് ലോക്കൽ സ്റ്റാൻഡിൽ വേണ്ട. പറഞ്ഞോളൂ. അതെ നമുക്ക് കുറച്ചുകൂടി ലളിതമാക്കാമെന്ന്. അതായത് ഈ കോടതി തന്നെ കോടതി ഉത്തരവിൽ പറയുന്നുണ്ടല്ലോ. കോടതി ഉത്തരവിൽ പറയുന്നത് ഈ അപേക്ഷ കൊടുത്ത പോലീസിൽ അപേക്ഷ കൊടുത്ത സംഘടനയല്ല പരാതിയുമായിട്ട് കോടതിയിൽ വന്നിരിക്കുന്നത്, അതുകൊണ്ട് അത് അംഗീകരിക്കുന്നില്ല. ആ ഉത്തരവിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ. എന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത്. അല്ല, എന്തിനു പോയി വ്യക്തമാണല്ലോ അത്. അല്ല, നിങ്ങൾ ഞങ്ങളുടെ പ്രശ്നം. അപ്പം പക്ഷേ അല്ല ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇവിടെ കർഷക സമരത്തിന് അനുമതി നിഷേധിച്ചിട്ടുണ്ട്. നിങ്ങൾ കോടതി പോയിട്ടുണ്ടോ? വേറെ പല സമ്മേളനങ്ങൾക്കും അനുമതി നിഷേധിച്ചിട്ടുണ്ട്. നിങ്ങൾ കോടതി പോയിട്ടുണ്ടോ? ഈ ഒരു ഇഷ്യൂന് പോകുമ്പോൾ നിങ്ങൾ ഈ ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി നിൽക്കുന്നു, അതിന് പണി ചെയ്യുന്ന ആളുകളെ സഹായിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ പണി ചെയ്യുന്നത് എന്നാണ് വ്യക്തം. അതാണ് കോടതി പറഞ്ഞത്. അല്ല, താങ്കൾ ഹമാസിനെ തീവ്രവാദി എന്ന് വിളിക്കുമ്പോൾ താങ്കളുടെ പാർട്ടി അങ്ങനെ വിളിക്കുന്നില്ല സർ. അതെങ്കിലും അഡ്വക്കേറ്റ് പത്മകുമാർ മനസ്സിലാക്കൂ. ഡോക്ടർ ആരിഫ് ഹുസൈൻ പറയാം, ഞങ്ങളുടെ പാർട്ടി അദ്ദേഹം സ്വതന്ത്രമായിട്ട് പറയുകയാണ് അഭിപ്രായം. പക്ഷെ താങ്കൾ അതല്ല, താങ്കൾ BJP നേതാവാണ്. അങ്ങനെ തന്നെ BJPയുടെ യൂണിയൻ ഗവൺമെന്റിന്റെ നിലപാട് പറയാൻ ബാധ്യസ്ഥനല്ലേ? ജയചന്ദ്രൻ, ഗവൺമെന്റ് തീരുമാനം എടുക്കുമ്പോൾ അതിന് കുറെ നിലപാടുകളുണ്ട്, നടപടികളുണ്ട്. ഈ സംഘടന ഈ രാജ്യത്തിൽ വന്ന് എന്തെങ്കിലും ഭീകരവാദം നടത്തുന്നു, നമ്മുടെ രാജ്യത്തിനെതിരെ ഭീകരവാദ പ്രവർത്തനമായിട്ട് വരണമെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ്, മറ്റത് UN തീരുമാനിക്കട്ടെ. നിങ്ങൾ പറഞ്ഞ സംബന്ധിച്ച് എന്താണ് ഒരു റൂളിംഗ് പാർട്ടിയുടെ പൊളിറ്റിക്കൽ ഡിപ്ലോമസി എന്താണ് താങ്കൾ മനസ്സിലാക്കിയിരിക്കുന്നത് പറയൂ. വിഷയം വഴിതിരിച്ചു വിടാനുള്ള ബോധപൂർവമായ ശ്രമമാണ്. അതിലോട്ടൊന്നും പോകരുത്, വഴങ്ങി കൊടുക്കരുത്, നിന്നു കൊടുക്കരുത് പ്ലീസ്. ഇതിലേക്ക് സംഘടനയായിട്ട് യൂണിയൻ ഗവൺമെന്റ് മുദ്ര കുത്തിയിട്ടില്ല. അല്ലെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിയില്ല. ഇപ്പോഴും ഞാനും ആരിഫ് ഹുസൈനും ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിയില്ല. എന്തുകൊണ്ട് നിങ്ങളുടെ പാർട്ടി CPM എന്തുകൊണ്ട് ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യ കണ്ടില്ല? എന്തുകൊണ്ട് UP-യിലെ നിർബന്ധിത മതപരിവർത്തനം കണ്ടില്ല? എന്തുകൊണ്ട് കാണാതെ പോയി? ഇപ്പോൾ താങ്കൾക്ക് പറയാൻ ഞങ്ങൾ പ്രസ്താവന ഇറക്കിയത് പറയാം. അല്ല, ബംഗ്ലാദേശ് പോട്ടെ, അനിൽ നമ്പ്യാർ ഈ ബംഗ്ലാദേശ് പോകട്ടെ, സ്വന്തം രാജ്യത്തെ കാശ്മീരില് 5-6 ലക്ഷം ആളുകള് വേട്ടയാടപ്പെട്ടു, ഉന്മൂലനം ചെയ്തു. ഒരു വാക്ക് CPM പറഞ്ഞോ? എന്ത് നിലപാടായിരുന്നു ആ കമ്മീഷന് മുമ്പിൽ CPM കൊടുത്ത നിലപാട് എന്തായിരുന്നു? നിങ്ങളൊന്ന് പറയൂ. ഓക്കെ മറുപടി പറഞ്ഞ ശേഷം കാശ്മീരിലെ ഒരു വിഭാഗം 90കളില് 5 ലക്ഷത്തോളം, ഏകദേശം 5 ലക്ഷത്തോളം ആളുകൾ ഉന്മൂലനം ചെയ്യപ്പെട്ടു ഒരു മേഖലയിൽ നിന്ന്. എന്തായിരുന്നു CPM-ന്റെ നിലപാട്? ജയേന്ദ്രൻ മറുപടി പറഞ്ഞ ശേഷം ഇടവേളയിലേക്ക് പോകണം എനിക്ക്. ഓക്കെ അതെനിക്ക് മനസ്സിലാവും. ചർച്ചയിൽ എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള അവകാശം, സ്വാതന്ത്ര്യവും സമയവും കൊടുക്കണം, അതെനിക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ ഈ പറയുന്നത് കാശ്മീരി പണ്ഡിറ്റുകളുടെ വിഷയമാണെന്നുണ്ടെങ്കിൽ ഈ ചുരുങ്ങിയ സമയത്ത് എന്ത് പറയാനാണ് അതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യമാണ്? അനിൽ നമ്പ്യാർ, താങ്കൾക്കറിയില്ലേ? അത് ചെറിയ വിഷയമാണോ? അല്ലല്ലോ. പിന്നെ അതാണ് ഉദ്ദേശിച്ചത്. അത് അങ്ങനെ പറഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. ആ വിഷയം അവിടെ നിൽക്കട്ടെ, സമയം കണ്ടെത്തും. ഇപ്പം ബംഗ്ലാദേശിലെ പ്രശ്നമാണല്ലോ ഡോക്ടർ ആരിഫ് ഹുസൈൻ ഉന്നയിച്ചത്, അതാണല്ലോ അനിൽ നമ്പ്യാരും ചോദിച്ചത്. ആ വിഷയത്തിൽ കാശ്മീരിലെ പ്രശ്നം എന്താണ്? അവര് സാധുക്കളായതുകൊണ്ടോ? അല്ല, ഈ ചർച്ചയിൽ നമ്മൾ ഇരിക്കുന്നത് ഈ പണ്ഡിറ്റുകളെ ആരെങ്കിലും ആക്രമിക്കാൻ പോയോ?
അല്ല, പണ്ഡിറ്റുകളെ ആരെങ്കിലും ആക്രമിക്കാൻ പോയോ? അവരെന്തെങ്കിലും വിധ്വംസക പ്രവർത്തനം നടത്തിയോ? അവരൊരു സംസ്കാരം അനുസരിച്ച് ജീവിച്ചു എന്നുള്ളത് ഒരു തെറ്റല്ലേ ഉള്ളൂ. അവരെ നിഷ്ഠൂരം വേട്ടയാടിയപ്പോൾ പറയാൻ കഴിഞ്ഞോ? നിങ്ങൾ ഹമാസിന് വേണ്ടി വാദിക്കുന്നവർക്ക് ഹമാസിന് വേണ്ടി കണ്ണീരൊഴുക്കാം, വിലപിക്കാം, ഇവിടെ അരുതേ എന്ന് പറയാത്തത്? അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞല്ലേ, നിങ്ങളുടെ അത്തരം കൗശലങ്ങളിൽ പിന്നെ ദൗർഭാഗ്യവശാൽ ഞാൻ വീഴുന്നില്ല, ഞാൻ അതിന് തയ്യാറുമല്ല. ഇപ്പോൾ ഇത് താങ്കൾ പറഞ്ഞുകൊണ്ട് വരാൻ ശ്രമിക്കുന്ന കാശ്മീരി പണ്ഡിറ്റുകളുടെ വിഷയമാണ് ചർച്ച ചെയ്യാൻ പോകുന്നതെങ്കിൽ ആങ്കർ അത് ഡിക്ലെയർ ചെയ്യട്ടെ. ഇനി ചർച്ച ചെയ്യാൻ പോകുന്ന മുഴുവൻ കാശ്മീരി പണ്ഡിറ്റുകളുടെ വിഷയമായ ഇന്നത്തെ ദിവസം അത് നമുക്ക് നോക്കി വരാം. തിരികേണ്ട കാര്യമല്ല, എല്ലാം സ്പർശിച്ചു പോവാം. പണ്ഡിറ്റുകളുടെ കാര്യം സ്പർശിക്കാം, നമുക്ക് ഹമാസുകൾ വരട്ടെ, അതുപോലെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ വരട്ടെ, എല്ലാം വരട്ടെ, നമുക്ക് എല്ലാം സ്പർശിച്ചു പോവാം. പക്ഷെ താങ്കൾ പിടിതരുന്നില്ല, താങ്കൾ എല്ലാം സ്കിപ്പ് ചെയ്ത് പോവാ, ഒഴിഞ്ഞു മാറുകയാണ്. ഒരു കാര്യം, ആരിഫ് ഹുസൈൻ ഞാൻ വരാം. ഞാൻ ഒറ്റ വിഷയത്തിൽ നിൽക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു മിനിറ്റ്, മുംബൈ ഹൈക്കോടതിയുടെ വിധിയാണ്, ഞാൻ അതിലേ നിൽക്കൂ. ബാക്കി സെക്കൻഡറി ആണ്. യെസ്, ഒരു മിനിറ്റ്. പക്ഷെ അതിലോട്ട് പോലും താങ്കൾ വന്നില്ല. ബോംബെ ഹൈക്കോടതിയുടെ പരാമർശത്തിൽ പോലും താങ്കൾ വന്നില്ല എന്നുള്ളതാണ്.